നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് നെടുങ്കണ്ടത്ത് സംഘടിപ്പിച്ചു. ആഘോഷിക്കൂ ഈ ഓണക്കാലം ബേബി ഹബ് നെടുങ്കണ്ടത്തിനൊപ്പം. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി പച്ചടിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ ക്യാമ്പ് മാത്രമല്ല, നമ്മുടെ ഇപ്പം ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചൊക്കെ ഡോക്ടർ വളരെ വിശദമായിട്ട് വിശദീകരിക്കും. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് സമനസാ നമ്മൾ കുറേ പേര് തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ യോഗ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് 24 മണിക്കൂറുള്ള ഒരു ദിവസം, ആ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ സമയം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സഹദേവൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോജി ഇടപ്പള്ളിക്കുന്നേൽ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മെമ്പറുമായ അജീഷ് മുതുകുന്നേൽ മുഖ്യ പ്രഭാഷണം നടത്തി. ആ ജീവിതശൈലിയെ മെച്ചപ്പെടുത്തുകയും അതിനോടൊപ്പം അതിനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള, അതിനൊരു ചാഞ്ചാട്ടം സംഭവിക്കാതിരിക്കുവാൻ അതിനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള മറ്റു കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ആയുർവേദവും അലോപ്പതിയും ഒക്കെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ എല്ലാം അധികമാകുവാനും പാടില്ല. അപ്പോൾ അത് കൃത്യമായി ആളുകളിലേക്കൊരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അതിലാണ് നമ്മൾ ആദ്യം ഊന്നൽ കൊടുക്കുന്നത്. വന്ന ആളുകളോട് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. ഡോക്ടർ മീരാദേവി ആർ ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു. മെഡിക്കൽ ക്യാമ്പ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കുള്ള വയോജന മെഡിക്കൽ ക്യാമ്പ് എന്നാണ് ഇതിന് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കുള്ള ക്യാമ്പാണ്. വയോജനങ്ങളിലാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് ജീവിതശൈലി രോഗങ്ങൾ കണ്ടുവരുന്നത്. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രമേഹമുണ്ട്, രക്തസമ്മർദ്ദമുണ്ട്, കൂടിയ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത് വയോജനങ്ങളിലാണ്. അതുകൊണ്ട് ബാല്യത്തിൽ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന വീഴ്ചകൾ അല്ലെങ്കിൽ നമ്മളവരെ കൈപിടിച്ച് നടത്തും പോലെ തന്നെ വേണം പ്രായാധിക്യമുള്ള ഒരാൾക്ക് നമ്മൾ കെയർ കൊടുക്കാൻ. പക്ഷേ പലപ്പോഴും പ്രായാധിക്യമുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു കെയർ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ ഫാമിലിയുടെ ഭാഗത്തു നിന്നും ഒന്നും കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ഉന്നമനത്തിനായിട്ട് നാഷണൽ ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള ക്യാമ്പുകൾ നടത്തുന്നത്. അപ്പം ജീവനക്കാരായ സച്ചിൻ എസ് എ, അനീഷ് പി എം, ജയമോൾ ടി എസ്, ടിനിമോൾ സെബാസ്റ്റ്യൻ, ആശാ വർക്കർമാർ, വയോജനങ്ങൾ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് 1:30 വരെയായിരുന്നു ക്യാമ്പ്. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക്, നെടുങ്കണ്ടം. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം.